മൈദ 1/4 കപ്പ്, ബേക്കിംഗ് പൗഡർ 3/4 ടീസ്പൂൺ, കൊക്കോ പൗഡർ 1/4 കപ്പ്. നമ്മള് മഫിൻസാ. ഫുഡ് ഇൻഡസ്ട്രിയിൽ പുതിയ പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനായി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ MSME ഡെവലപ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസ് തൃശൂർ സംഘടിപ്പിച്ച റെഡി ടു സെർവ് ഫുഡ് എന്ന സംരംഭകത്വ വികസന പരിശീലന പരിപാടി അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇന്ത്യൻ വാർത്ത മെയ്ഡ് ഇൻ ഇന്ത്യ അവരുടെ ഒരു പരിശീലന കളരിയിലേക്ക് എത്തിച്ചേരുന്നത്. അവിടുത്തെ കാഴ്ചകൾ ശരിക്കും വിസ്മയിപ്പിക്കുന്നത് തന്നെയായിരുന്നു. എങ്ങനെയാണ് ഒരു ഫുഡ് ബിസിനസ് ആരംഭിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ ഐറ്റംസും കുക്ക് ചെയ്യേണ്ടത്, ബേക്കറി ഐറ്റംസ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, അങ്ങനെ വളരെ വിശദമായി തന്നെ അവരെ പഠിപ്പിച്ച് ആ രീതിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും നൽകിക്കൊണ്ടാണ് MSME അവരെ പുറത്തേക്ക് വിടുന്നത്. അത്തരം കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് സംരംഭകരെ എങ്ങനെയാണ് ഒരു കുടക്കീഴിൽ അവർ വാർത്തെടുക്കുന്നത് എന്ന് നമുക്ക് കാണാം. റെസിപ്പി എഴുതാം. ചോക്ലേറ്റ് മോച്ച മഫിൻസ്, മൈദ 1/4 കപ്പ്, കൊക്കോ പൗഡർ 1/4 കപ്പ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കോഫി 1/4 കപ്പ്. ഇവിടെ 2025-26 സാമ്പത്തിക വർഷത്തെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നൈപുണ്യ വികസന പരിപാടിയുടെ ഭാഗമായിട്ട് നടത്തുന്നതാണ്. എൻ്റർപ്രണേഴ്സ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്. ഇത് 6 ആഴ്ച നീണ്ടുനിൽക്കുന്നൊരു പ്രോഗ്രാമാണ്. റെഡി ടു സെർവ് ഫുഡ്സിൻ്റെ നമ്മൾ പ്രോഡക്റ്റ് ട്രെയിനിങ് ആണ് നമ്മൾ നടത്തുന്നത്. ഇതിപ്പോൾ ഏകദേശം നമ്മുടെ ഒരു 50ഓളം പ്രോഡക്റ്റ്സ് നമ്മൾ ഇതുവരെ ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞു. ഫ്യൂച്ചറിൽ നല്ല എൻ്റർപ്രണേഴ്സായി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രെയിനിങ്ങാണ് നമ്മളിവിടെ നൽകുന്നത്. റൈസ് ഐറ്റംസ്, ചാട്ട് ഐറ്റംസ്, അങ്ങനെ കുറേ പ്രോഡക്റ്റ്സ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ചേച്ചിമാര് റൈറ്റാണ് ഉണ്ടാക്കിയ. മാർട്ടിൻ സാറാണ് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു റെഡി ടു സെർവ് എന്നുള്ളൊരു ഇത് MSME ഇതിൽ ചെയ്യാന്നുള്ളൊരു ഇത് കൊണ്ടുപോയി. നോർത്ത് ഇന്ത്യൻ്റെ കുറേ വിഭവങ്ങൾ നമ്മൾ പഠിച്ചു. ഡോക്ല, പിന്നെ ചാട്ടുകൾ കുറേ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഓട്സ് സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടൊരു കട്ട്ലേറ്റ് പോലത്തെ ഒരു സംഭവം, അതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയും കാണുകയും ചെയ്യണം. ഇവിടെ വന്ന് കഴിഞ്ഞൊരു 28 ദിവസത്തോളം ഇപ്പം ഇവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. വളരെയധികം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു എന്താ പറയുക ഗ്രോത്ത് ആണ് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ഒത്തിരിയേറെ ഐറ്റംസ്, അതും ഒരു സാധാരണ രീതിയിലല്ല, വളരെ വാല്യൂ ആഡഡ് ആയിട്ട് എങ്ങനെ നമുക്ക് ഈ ലേറ്റസ്റ്റ് കാലഘട്ടങ്ങളിൽ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഫുഡ് ഫീൽഡിലേക്ക് ഇറങ്ങാനും അതിൻ്റെ ബിസിനസ്സുകൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനും അതിൻ്റെ ഫണ്ടമെന്റൽസ് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായി. ഇവിടെ വന്നിട്ടുള്ള എന്ന് പറയാം പല സ്ഥലത്തു നിന്നുണ്ട്. തിരുവനന്തപുരം തുടങ്ങി
അതുപോലെ ഈ സൈഡിൽ കാലിക്കറ്റ് വരെയുള്ള സ്റ്റുഡൻസ് ഞങ്ങളുടെ ക്ലാസ്സിലുണ്ട്. എല്ലാവരും വെരി ഇൻസ്പയർഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ MSMEയുടെ ഇങ്ങനെ ഒരു കോഴ്സ് റെഡി ടു സെർവ് ഫുഡ് എന്ന് പറഞ്ഞ കോഴ്സിലേക്ക് പങ്കെടുക്കാനും അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ടേക്ക് അവേ ചെയ്യാൻ പോവുകയാണ്. ഈ മാസം തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനൊരു ഇത് തന്നതിന് MSMEക്കും പിന്നെ ഞങ്ങളുടെ മാഷ് ടീച്ചറെല്ലാം ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. നന്ദി, എല്ലാവർക്കും നന്ദി. ഇത് ഏറ്റവും നല്ല ഒരു കോഴ്സായിട്ട് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ചോക്ലേറ്റിൽ തുടങ്ങി, ഇപ്പോൾ മഫിനിൽ വന്ന് നിൽക്കുന്ന ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ ഡിഷസും കേരള ഡിഷസും ബേക്കറി ഐറ്റംസും കറി തുടങ്ങിയ എല്ലാ ഐറ്റങ്ങളിലും ഞങ്ങൾ ഇപ്പോൾ നൈപുണ്യം നേടിയ ഒരു രീതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. 30 ദിവസത്തെ കോഴ്സിൽ ഞങ്ങൾക്ക് 28 മെമ്പേഴ്സ് ഞങ്ങളുണ്ട്. ഞങ്ങളെല്ലാവരും ടീച്ചറും മാഷും എല്ലാവരും അടക്കം ഞങ്ങളൊരു ഫാമിലി പോലെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ തിയറി എഴുതിയെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ വർക്ക്ഷോപ്പിലേക്ക് പോകും. അവിടെ ഞങ്ങൾ കൂട്ടായി എല്ലാവരും ഒന്ന് ചേർന്ന് ഒരുമയോടെ നന്നായി ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് തന്നെ എല്ലാം മനസ്സിലാക്കാനും പഠിക്കാനും എല്ലാം നന്നായി സ്വീകരിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് എൻ്റെ ജീവിതത്തിലും എൻ്റെ ഇതിലും വളരെ ഭംഗിയായി അത് ഉപയോഗിക്കാൻ എനിക്ക് കഴിയും എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ ഇവിടെ നിന്ന് എനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് 30 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഈ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുന്നത്. ഇതൊരു സ്പെഷ്യൽ സിപ്പപ്പാണ്. നോർമലി നമ്മൾ ചെയ്യുന്ന സാധാ സിപ്പപ്പല്ല. ഇത് നമ്മൾ പാലിനെ കൊയാഗുലേറ്റ് ചെയ്ത് പനീർ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം വരുന്ന ആ വെള്ളത്തിനെ നമ്മൾ പറയുന്നത് വേ ഡ്രിങ്ക് എന്നാണ്. ഇറ്റ് ഈസ് ഹൈലി ന്യൂട്രീഷ്യസ്. അതിൽ പാലിലെ ലാക്ടോസ് ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ സോലുബിൾ വൈറ്റമിൻസ്, മിനറൽസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ മധുരം ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഞ്ചസാരയും അതുപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ എസൻസും കളറും ചേർക്കാം. എന്നിട്ട് നമ്മൾ സിപ്പപ്പ് ട്യൂബിൽ നിറച്ച് ഇതുപോലെ തന്നെ നമ്മൾ സിപ്പപ്പ് ആക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ കഴിക്കുന്ന സിപ്പപ്പ് പോലെയല്ല, ഇറ്റ് ഈസ് ഹൈലി ന്യൂട്രീഷ്യസ്. നല്ല പോഷകാംശമുള്ള ഒരു സിപ്പപ്പാണ്. ഇത് നമ്മളിവിടെ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും പാല് നമ്മൾ കൊയാഗുലേറ്റ് ചെയ്ത് പനീറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമൊന്നും സംഭവിക്കുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ 3 ഇരട്ടി ലാഭമാണ് ശരിക്കും ഇതിൽ കിട്ടുന്നത്. പനീറിൻ്റെ വിലയും കിട്ടും, അതുപോലെ തന്നെ സിപ്പപ്പിൻ്റെ വിലയും നമുക്ക് കിട്ടുന്നുണ്ട്. ഇതും നമ്മളിവിടെ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്.